Good morning. In the classification of crystalline solids കുറിച്ചാണ് പറയുന്നത്. Crystalline solids classify ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. Crystalline solids. Crystalline solids നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് molecular solids, ionic solids, metallic solids and covalent or network solids. molecular solids തന്നെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവയാണ് നോൺ പോളാർ സോളിഡ്സ്, പോളാർ മോളിക്കുലാർ സോളിഡ്സ്, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. ഇനി മെറ്റാലിക് സോളിഡ്സ്, മോളിക്കുലാർ സോളിഡ്സിനെ കുറിച്ച് പറയാം. മോളിക്കുലാർ സോളിഡ്സിൻ്റെ ആദ്യത്തെ വകഭേദമാണ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്. നോൺ പോളാർ അതിൽ തന്നെ പറയുന്നുണ്ട്, പേരിൽ തന്നെയുണ്ട് ആ മോളിക്യൂൾസ് നോൺ പോളാറാണ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ +1 കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്, നോൺ പോളാർ ബോണ്ട്സ് ഫോം ചെയ്യുന്നത് വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സസ് വഴിയാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സസ് എന്താണ്? വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സസ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സസ് എന്ന് പറയുന്നത്. വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സസ് എന്ന് പറഞ്ഞു വെച്ചാൽ രണ്ട് നോൺ പോളാർ മോളിക്യൂൾസ് അടുത്ത് വരുമ്പോൾ അവയിൽ ടെമ്പററി ആയിട്ട് ഡൈപോൾ മൊമെൻറ്റ്സ് ഉണ്ടാവും, അതായത് പ്ലസ് ആൻഡ് മൈനസ്. ഈ ടെമ്പററി ഡൈപോൾസ് കാരണം അവ അട്രാക്റ്റഡ് ആവും, പക്ഷേ ടെമ്പററിയാണ്. ടെമ്പററി എന്ന് പറഞ്ഞാൽ എന്താണ്? താൽക്കാലികം. അപ്പോൾ ഇത്തിരി കഴിഞ്ഞ് വെച്ചാൽ അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്സ് മാറും. അങ്ങനെ അവ ബോണ്ടഡ് ആയിട്ട് അങ്ങനെയുള്ള ഇൻട്രാക്ഷനാണ് ഡിസ്പേർഷൻ ഫോഴ്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഡൈപോൾസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു എൻഡിൽ മൈനസ് പൊളാരിറ്റിയും മറ്റൊരു എൻഡിൽ പ്ലസ് പോസിറ്റീവ് ചാർജും ഉണ്ടാവുന്നു. ഇനി പോളാർ മോളിക്കുലാർ സോളിഡ്സ്, ഡിസ്പേർഷൻ ഫോഴ്സസിന് എക്സാമ്പിളാണ്, അല്ലെങ്കിൽ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിന് എക്സാമ്പിളാണ് ഹൈഡ്രജൻ, ക്ലോറിൻ, അയഡിൻ. മനസ്സിലായോ? ഇനി പോളാർ മോളിക്കുലാർ സോളിഡ്സ്. പോളാർ മോളിക്കുലാർ സോളിഡ് പൊളാരിറ്റി ഉണ്ടല്ലേ, അപ്പോൾ അതിൽ എന്താണ് സംഭവിക്കുക? ഡൈപോൾ ഇൻട്രാക്ഷൻസ് ആണ് ഉണ്ടാവുക, പക്ഷെ അത് പെർമനൻ്റ് ആയിരിക്കും. അതിൽ ഡൈപോൾ ഉള്ളതുകൊണ്ട് അത് പെർമനൻ്റ് ഇൻട്രാക്റ്റീവ് ഫോഴ്സസ് ആണ് ഉണ്ടാവുന്നത്. പക്ഷേ അവയുടെ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത് ലോ മെൽറ്റിംഗ് പോയിന്റും സോഫ്റ്റും ആയിരിക്കും. മാത്രമല്ല നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. ലോ മെൽറ്റിംഗ് പോയിന്റ്, സോഫ്റ്റ് ആൻഡ് നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. ലിക്വിഡോ ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരിക്കും യൂഷ്വലി കാണപ്പെടുക അറ്റ് റൂം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇനി പോളാർ മോളിക്കുലാർ സോളിഡ്സിലോ അവയും നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. മെൽറ്റിംഗ് പോയിൻറ്റ്സ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിനെക്കാട്ടിലും ഹൈ ആണ്. മാത്രമല്ല അവ ഗ്യാസസും ലിക്വിഡ്സും ആയിട്ടാണ് റൂം ടെമ്പറേച്ചറിൽ കാണുക. എക്സാമ്പിളാണ് സോളിഡ് SO2 ആൻഡ് സോളിഡ് NH3. ഇനി ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. ഹൈഡ്രജൻ ബോണ്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവുന്നത് മോളിക്കുലാർ പോളാർ കോവലൻസ് ബോണ്ട്സ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഫ്ലോറിൻ. ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റവും ഒരു ഹൈഡ്രജനും തമ്മിലുള്ള പോളാർ കോവാലന്റ് ബോണ്ട് ആയിട്ട് ഉണ്ടാവുന്ന ഒരു ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. അവയ്ക്ക് എക്സാമ്പിളാണ് HF, H2O, NH3 ഒക്കെ അതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇനി അയോണിക് സോളിഡ്സ് പറയാം. ഇവയ്ക്ക് അപ്പം മോളിക്കുലാർ സോളിഡ്സിന് 3 പറയുന്നത് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്, പോളാർ മോളിക്കുലാർ സോളിഡ്സ്, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. ഇനി അയോണിക് സോളിഡ്സ്. അയോണിക് സോളിഡ്സ് എന്ന് പറയുന്നത് കാറ്റയോൺസും ആനയോൺസും സ്ട്രോങ് അയോൺസ് എന്ന് പറഞ്ഞു വെച്ചാൽ പോസിറ്റീവ് അയണും നെഗറ്റീവ് അയണും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ആ പോസിറ്റീവ് അയണും നെഗറ്റീവ് അയണും സ്ട്രോങ് കൊളംബിക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് വഴി ബോണ്ട് ചെയ്യും.
ബൗണ്ട് ചെയ്യും. അങ്ങനെ അവ ബോണ്ട് ചെയ്യും. അങ്ങനെയുള്ള ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന സോളിഡ്സാണ് അയണിക് സോളിഡ്സ്. അവ ഹാർഡും ബ്രിട്ടിലും ആണ്. മാത്രമല്ല ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ഉണ്ടാവുന്നു. പിന്നെ അതിനെക്കുറിച്ച് പറയാൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സ് എപ്പോഴാണ് ഇൻസുലേറ്റേഴ്സ് ആവുന്നത്? സോളിഡ് സ്റ്റേറ്റിൽ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് ആണ്. പക്ഷെ മോൾട്ടൺ സ്റ്റേറ്റിൽ വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടറിൽ ഡിസോൾവ് ആയാൽ അവ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അയണിക് സോളിഡ്സ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു. ഇനി മെറ്റാലിക് സോളിഡ്സ് മെറ്റൽസ് എങ്ങനെയാണ് നമ്മൾ മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ട്. മെറ്റൽസ് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആവാൻ കാരണം? അവയ്ക്ക് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഫ്രീ ഇലക്ട്രോൺസ് മൊബൈൽ പറഞ്ഞാൽ മൂവബിൾ ആണ്. ഈ ഫ്രീ ഇലക്ട്രോൺസ് കാരണം അവയ്ക്ക് ഹൈ ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവുന്നു. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു വെച്ച് ഈ ഇലക്ട്രോൺസ് പോസിറ്റീവ് അയോൺസിൻ്റെ നെറ്റ്വർക്കിലൂടെ ഫ്ലോ ചെയ്യും. ഇനിയിപ്പോൾ ഒരു ഹീറ്റാണ്, ഒരു താപമാണ് ഒരു പോർഷനിൽ ഒരു മെറ്റലിന് കൊടുക്കുന്നതെങ്കിൽ അത് എല്ലാവിടെയും സ്പ്രെഡ് ആവും. ഇതൊക്കെ കാരണം ഫ്രീ ഇലക്ട്രോൺസ് അതിൻ്റെ മെറ്റൽസിൽ എല്ലായിടത്തും ഉള്ളതുകൊണ്ടാണ്. മെറ്റൽസിൻ്റെ സവിശേഷതയാണ് ഹൈ മാലബിൾ ആൻഡ് ഡക്റ്റൈൽ. ചതയ്ക്കാനും നീട്ടി വലിക്കാനും പറ്റും. ചതയ്ക്കാന്ന് പറഞ്ഞു വെച്ചാൽ മാലബിൾ പറഞ്ഞു വെച്ചാൽ എന്താ? അടിച്ചു പരത്തുക. ഡക്റ്റൈൽ എന്ന് പറഞ്ഞു വെച്ചാൽ വലിച്ചു നീട്ടി കമ്പികളാക്കുക. ഇനി കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ്. Crystalline solids of non-metals result from the formation of covalent bonds between adjacent atoms throughout the crystal. Crystalline solids എന്ന് പറയുന്നത് നോൺ മെറ്റൽസിൻ്റെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് കോവാലന്റ് ബോണ്ട് കൊണ്ടാണ് ഉണ്ടാവുന്നത്. കോവാലന്റ് ബോണ്ട്സ് ബിറ്റ്വീൻ adjacent atoms throughout the crystal. They are also called giant molecules. ഈ നോൺ മെറ്റൽ ബോണ്ട്സ് നോൺ മെറ്റൽ ആറ്റംസ് കോവാലന്റ് ബോണ്ട്സ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു ജെയിൻ മോളിക്യൂൾ ഉണ്ടാകുന്നു. അതാണ് അങ്ങനത്തെ നോൺ മെറ്റൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. കോവാലന്റ് ബോണ്ട്സ് ആർ സ്ട്രോങ് ആൻഡ് ഡയറക്ഷണൽ ഇൻ നേച്ചർ. കോവാലന്റ് ബോണ്ട്സ് നമുക്കറിയാം സ്ട്രോങ് ആണ്, ഡയറക്ഷൻ ഉണ്ട് അതിന്. Therefore atoms are held very strongly in their positions. ആറ്റംസ് പൊസിഷനിൽ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുക. അവയുടെ സോളിഡ്സ് ഹാർഡും ബ്രിട്ടിലും ആയിരിക്കും. പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതും പക്ഷേ ഹാർഡും ആയിരിക്കും. ഹാർഡാണ്. ബ്രിട്ടിൽ എന്ന് പറഞ്ഞു വെച്ചാൽ പൊട്ടിപ്പോകുന്നതായിരിക്കും. അതിനെ മാലിയബിൾ ആക്കാൻ നമുക്ക് പറ്റില്ല. അവയ്ക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടെങ്കിലും പക്ഷേ ആ മെൽറ്റിംഗ് പോയിന്റ് എത്തുന്നതിന് മുമ്പ് തന്നെ അവ ഡിക്കമ്പോസ് ചെയ്യും. അവ ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. അതിന് എക്സാമ്പിളാണ് ഡയമണ്ടും സിലിക്കൺ കാർബൈഡും. പക്ഷേ ഗ്രാഫൈറ്റ് ഇവയ്ക്ക് എക്സെപ്ഷനാണ്. ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ്, പക്ഷേ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. എന്തുകൊണ്ടായിരിക്കാം ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്? ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചർ കണ്ടുവോ? ഒന്നാമത്തേത് ഡയമണ്ടും രണ്ടാമത്തേത് ഗ്രാഫൈറ്റുമാണ്. ഗ്രാഫൈറ്റ് ഒരു പാറ്റേണിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ? ഒരു ഇലക്ട്രോൺ 3 ഇലക്ട്രോൺസുമായിട്ട് ബന്ധിച്ചിരിക്കുന്നുണ്ട്. നാലാമത്തെ ഇലക്ട്രോണോ, കാർബൺ എന്ന് പറഞ്ഞു വെച്ചാൽ 4 ആണല്ലോ വാലൻസി. അപ്പോൾ 3 ഇലക്ട്രോൺ 3 അഡ്ജസൻ്റ് കാർബണിൻ്റെ ഇലക്ട്രോൺസുമായി ബന്ധിച്ചിരിക്കുന്നുണ്ട്. നാലാമത്തെ ഇലക്ട്രോൺ ഫ്രീ ആണ്. ആ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺ മൊബൈലായിരിക്കും. മൊബൈൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഗ്രാഫൈറ്റിന് സംഭവിക്കുന്നത്. The fourth valence electron of each atom is present between different layers and is free to move about. These free electrons make graphite a good conductor of electricity. Different layers can slide one over the other. This makes graphite a soft solid
ആൻഡ് എ ഗുഡ് സോളിഡ് ലൂബ്രിക്കൻറ്റ്. ഒരു ലൂബ്രിക്കൻറ്റും കൂടിയുണ്ട്. ലൂബ്രിക്കൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂബ്രിക്കൻറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ പറയുക, ഓയിലൊരു ലൂബ്രിക്കൻ്റാണ്. ലൂബ്രിക്കൻ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഫ്രിക്ഷൻ കുറയ്ക്കുന്ന വസ്തുവാണ് ലൂബ്രിക്കൻറ്റ്. ഈ ടേബിൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് ലണ്ടൻ ഫോഴ്സസിന് കാരണമാണ് ഉണ്ടായിരിക്കുന്നത്. ഡൈപോൾ ഇൻട്രാക്ഷൻ കാരണമാണ് ഉണ്ടായിരിക്കുന്നത്. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവ 3 ഇൻസുലേറ്ററാണ്. അതിനുള്ള എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അയണിക് സോളിഡ്സോ കുളംബിക് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് കാരണമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് പ്ലസ് അയണും മൈനസ് അയണും തമ്മിൽ ബോണ്ട് ചെയ്തിട്ട്. ഇനി മെറ്റാലിക് സോളിഡ്സോ അതിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. മെറ്റാലിക് ബോണ്ടിങ് വഴിയാണ് ഉണ്ടായിരിക്കുന്നത്. കണ്ടക്ടേഴ്സാണ്. കോവാലൻ്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് ആറ്റംസ് കോവാലൻ്റ് ബോണ്ടിങ് വഴിയാണ് ഉണ്ടായിരിക്കുന്നത്. സിലിക്കൺ ഓക്സൈഡ് ഡയോക്സൈഡും ഡയമണ്ടൊക്കെ അതിന് എക്സാമ്പിളാണ്. പിന്നെ ഗ്രാഫൈറ്റും എക്സാമ്പിളാണ്. പക്ഷേ ഗ്രാഫൈറ്റ് കണ്ടക്ടറാണ്, ബാക്കിയെല്ലാം ഇൻസുലേറ്ററാണ്.